അടുത്തത് തിലകൻ ചേട്ടൻ്റെ മകൻ ഷോബി തിലകൻ. അദ്ദേഹം ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഞങ്ങളുടെയൊക്കെ പടങ്ങളിൽ കുറേ ഡബ് ചെയ്തിട്ടുള്ളതാണ്. നടനുമാണ്. നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. നമുക്ക് ഷോബി അങ്ങോട്ട് ക്ഷണിക്കാം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം തിലകൻ ചേട്ടൻ്റെ മകൻ ഷോബി തിലകൻ. ഷോബിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ തിലകൻ ചേട്ടനാണ് ഡബ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഷോബിയകത്ത് ഡബ് ചെയ്യുമ്പോൾ പുറത്ത് നമ്മൾ നിൽക്കുമ്പോഴേ ഈ കൺസോളിലേക്ക് കേൾക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഷമ്മിയുടെ ശബ്ദം ഏകദേശം അല്ലേ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ തിലകൻ ചേട്ടൻ സ്വല്പം വ്യത്യാസമുണ്ട്. ശബ്ദം ഇവനും ഷമ്മിയുടെ ഇളയവൻ ഷിബു അത് ശരി. ഇവർക്കുണ്ടും അതേ ശബ്ദം തന്നെയാണ് അല്ലേ? അത് എവിടെയെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ വീട്ടിലേക്ക് ഫോണൊക്കെ വരുമ്പോൾ ഒരു പ്രാവശ്യം ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളൂർ താമസിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അച്ഛനാ ഫോൺ എടുത്തത്. അപ്പോൾ ഞാനാണെന്നും പറഞ്ഞിട്ട് അവൻ കുറച്ച് മോശമായിട്ട് സംസാരിച്ചു. അവസാനം ഞാനെടുത്ത് അവനെ തിരുത്തിയപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് ഞാനല്ലായിരുന്നു അച്ഛനായിരുന്നു. പിന്നെ അച്ഛന് ഞാനൊരു സീരിയലിൽ ഡബ് ചെയ്തിട്ടുണ്ട്. പേരൊഴിയാതെ എന്ന് പറഞ്ഞു. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയം. ഷോബി എത്ര വർഷമായി ഡബ്ബിങ് ഇതിലേക്ക് വന്നു? ഞാനിപ്പോൾ ഒരു 15 വർഷമായി. 15 വർഷമായി. അച്ഛനെ അനുകരിക്കാറുണ്ടോ? അറിയാതെങ്കിലും വരുമോ? അച്ഛനെ ബോധപൂർവ്വം അനുകരിക്കാറില്ല. എന്നിൽ വരുന്നത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഒരു പടത്തിൽ സത്യം എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛൻ്റെ ഓപ്പോസിറ്റ് വില്ലനാണ് ഞാൻ ഡബ് ചെയ്തത്. ശരി. കഴിവറുടെ മോനെന്ന് വിളിക്കുന്നു അച്ഛനെ. അപ്പോൾ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വിനയേട്ടൻ പറഞ്ഞ് ഷോബി ഒരു ബലം പോരല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ സാർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിതാണ്, അപ്പോൾ അത്രയും ബലേ വരുള്ളൂ. അച്ഛനെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു ഷാജിയും സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു അച്ഛൻ പരുക്കനായിട്ട് തോന്നുന്നതിലും വളരെയധികം വാത്സല്യം തരുന്ന ഒരു രീതിയിൽ തന്നെയാണ് അച്ഛൻ ഇടപെട്ടിട്ടുള്ളത്. ഷോബിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ അച്ഛൻ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് തരാതിരിക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ അച്ഛൻ്റെ സ്വഭാവം എന്തെങ്ങനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, അച്ഛന് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് തരാതിരിക്കില്ല. പക്ഷെ പറയും. വഴക്ക് പറഞ്ഞിട്ട് തരുള്ളൂ. അത് വഴക്ക് പറഞ്ഞിട്ട് തരുള്ളൂ. കാരണം പക്ഷേ അത് നല്ലതിനായിരിക്കും. നമ്മൾ പൈസയുടെ വില അറിയാനും അല്ലെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വേദിയിലേക്ക് ഷമ്മിയെ കൂടി വിളിക്കാം. അപ്പോൾ രണ്ടുപേരും നമ്മുടെ ചലച്ചിത്ര രംഗത്ത് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് വിശേഷങ്ങൾ ഒരുമിച്ച് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഷമ്മിയെ വിളിക്കാം. അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ നടനായ തിലകൻ ചേട്ടൻ്റെ മകൻ ഷമ്മി തിലകൻ. ഷമ്മിയെ ഞങ്ങൾ അവസാനം വിളിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പറയേണ്ടത്, കാരണം സിനിമയിൽ ഒരുപാട് വർഷത്തെ ഒരു അനുഭവങ്ങൾ കൂടി ഉണ്ടല്ലോ. സിനിമയേക്കാൾ എനിക്ക് നാടകമാണ് എനിക്ക് കൂടുതലുള്ളൂ, നല്ല അനുഭവങ്ങളുള്ളത്. അവിടെ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു ഷമ്മി ചെറുപ്പത്തിലെ നാടകത്തിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞുകൂടെ. സിനിമയിൽ അങ്ങനെ അച്ഛൻ്റെ കൂടെ അധികം സിനിമയിൽ വലിയ വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നാടകത്തിൽ ഒത്തിരി അനുഭവമുണ്ട്. ആദ്യത്തെ ഓർമ്മ തന്നെ ഭാഗ്യം നാടകത്തിൽ ആനച്ചേറിൻ്റെ PJ ആനയുടെ 104 ഡിഗ്രി പനിയായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. നല്ലൊരു ഭയങ്കര അനുഭവമായിരുന്നു അത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു നടൻ എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരു അറിയാതെ ആയിപ്പോയ ഒരു സംഭവമാണ് എൻ്റെ. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ അച്ഛൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലെല്ലാം കൂടെ പോവും, കൂടെ ഉണ്ടാകാറുണ്ട്. അച്ഛൻ നേരത്തെ പറഞ്ഞ ഒരു പെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ അച്ഛനും ഇഷ്ടമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മനഃപൂർവ്വമായിട്ട് പലയിടത്തും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ആയി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ എനിക്കറിയില്ല. അതാണ് എൻ്റെ ഒരു വിശ്വാസം. പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ നടനാവുകയും അച്ഛൻ ഇത്ര കുറച്ച് പരുക്കനാണെന്ന് തോന്നുകയും ചെയ്ത മക്കൾക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ മുമ്പിൽ അച്ഛൻ മാറിയെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കാം. അങ്ങനെയൊക്കെ ചെറുപ്പത്തിലൊന്നും തോന്നിയിട്ടില്ല. അച്ഛൻ അങ്ങനെ ഒരു ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ അഭിനയ സ്ഥലത്ത് അച്ഛനായിട്ട് ഒരിക്കലും പെരുമാറിയിട്ടില്ല. അതിനൊത്തിരി അച്ഛനോട് അതിനെന്താ പറയുന്നത്, കടപ്പാടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ്റെ കടമയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിലൊത്തിരി ഭാഗ്യവാനാണ് ഞാൻ. ഇവരിലെല്ലാം അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ ആ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഇച്ചിരിയെങ്കിലും എടുക്കാനായിട്ടോ അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യാനോ കൂടുതൽ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അച്ഛനിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ കിട്ടിയെന്ന് പറഞ്ഞ പോലെ തന്നെ
വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിലേറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ചത്. അതൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതുപോലെ ഒരു ചാനലിൻ്റെ തന്നെ ഒരു ടോക്ക് ഷോയിൽ അത് ലൈവാണ്, ഓൺ എയർ ലൈവായിട്ട് പോകുന്നു. അതെന്നെ കൊടുക്കാൻ വേണ്ടി തന്നെ അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫോൺ വന്നു ഈ പ്രശ്നം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മലയാള സിനിമയിൽ ഞാൻ അപ്പം പറഞ്ഞതാണ്, അപ്പോൾ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, മലയാള സിനിമയിൽ എൻ്റെ അച്ഛനെ ഞാൻ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളവരാണ് ഈ മോഹൻലാലും ജയറാം ഇവരെല്ലാവരും. ഒരച്ഛനും മക്കളും തമ്മിലുള്ള കാര്യം അതൊന്ന് തീർക്കട്ടെ. നാളെ ഇവരൊന്നാകുകയും ചെയ്യും. അന്നേരം നമ്മൾ ഈ പറഞ്ഞ ഞാൻ പുറത്താവും. അതുകൊണ്ട് ഇപ്പം തൽക്കാലം മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അത് വളരെ കൃത്യമായ ഒരു ഡയലോഗാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം അത് രണ്ട് രീതിയിലും അതിന് കാണണം. ഒന്ന് വളരെ ഔചിത്യത്തോടുകൂടി ഒരു കലാകാരന് പറയാവുന്ന ഒരു സംഭവമാണ് പറഞ്ഞത്. മറ്റൊന്ന് ഷമി പറഞ്ഞ വളരെ ശരിയാണ്. ഒരുപക്ഷെ മമ്മൂട്ടി, മോഹൻലാലും ജയറാമും ദിലീപും ഒക്കെ ആയിരിക്കും ചേട്ടൻ ഏറ്റവും കൂടുതൽ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് കഥാപാത്രം. അത് പ്രത്യേകിച്ച് മോഹൻലാൽ എത്രയോ സിനിമയിൽ അതൊരു വല്ലാത്തൊരു നിരീക്ഷണമാണ്. എനിക്കാണ് ഔചിത്യം തന്നെയാണ്. അന്നേരം ആ സമയത്തുണ്ടായതാണ്. അതെന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ വികാരമാണ് സാർ. അതിനകത്തൊരു വെറും വെറുതെ ചുമ്മാ ആരെങ്കിലും ഷോയ്ക്ക് പറഞ്ഞൊന്നുമല്ല, മനസ്സിൽ നിന്ന് അപ്പം ഉണ്ടായതാണ്. അതെന്ന് വെച്ചാൽ അത് സത്യമാണ്. അങ്ങനെ ഇപ്പോൾ അച്ഛൻ ഒരു വിവാദത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നുള്ളതൊക്കെ വിടുക, അത് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിച്ചിട്ടില്ല. ഇവരൊക്കെ എൻ്റെ സഹപ്രവർത്തകർ. തീർച്ചയായിട്ടും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനത് എക്സ്പ്രസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാനത് ഓക്കെ ഞാനത് പറയാം. എൻ്റെ യൂണിയനിൽ എനിക്ക് ലെറ്റർ വന്നു. ഞാൻ കഴിഞ്ഞ ജനറൽ ബോഡികളൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. അച്ഛനെ പുറത്താക്കിയതിന് ശേഷം ഞാൻ പങ്കെടുക്കാറില്ല. അപ്പോൾ അതിനൊരു ഇതായിട്ട് എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നോട്ടീസ് തരണം, മറുപടി തരണോ, ഒരു ഒഫീഷ്യലായിട്ട് മറുപടി തരണമെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തായ സെക്രട്ടറി വിളിച്ചു പക്ഷേ ഒരു ഫോർമാലിറ്റി കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കാം, ഞാൻ ലെറ്ററായിട്ട് തന്നാൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ടി വരും. കാര്യം തിലകൻ, ഇപ്പോൾ നമ്മൾ പുറത്താക്കിയ തിലകൻ എന്ന് പറയുന്ന നടൻ, ഒരു നടനെന്നുപരി നിങ്ങൾക്കൊക്കെ നടനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വലിയൊരു ഇതായിട്ടുള്ള നടനായിരിക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ മുമ്പിൽ വെച്ച്, ഒരു മകൻ്റെ മുമ്പിൽ വെച്ചും അങ്ങനെ ഒരാളെക്കുറിച്ച് അങ്ങനെ ഒരു ഇതായിട്ട് പറയില്ല. എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞവരോടുണ്ട്, അവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം മാറി നിൽക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഞാൻ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജനറൽ ബോഡി പങ്കെടുക്കാത്തത്. പിന്നെ എൻ്റെ അച്ഛൻ പ്രായപൂർത്തിയായിരുന്നു, വളരെ ഇതായിട്ടിരിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇനി അമ്മയിൽ തിരിച്ചെടുക്കണം. അതെൻ്റെ ആവശ്യമാണ്, എൻ്റെ ആഗ്രഹമാണ്. അച്ഛനില്ലാത്തൊരു ജനറൽ ബോഡി ഇനി ഞാൻ പങ്കെടുക്കില്ല. ഇനി അച്ഛനില്ലാത്തൊരവസ്ഥയിൽ വന്നാൽ അന്ന് ഷമി ഇനി ഒരിക്കലും പങ്കെടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ മറുപടി തരണോ? വേണ്ട. ഹൃദയത്തിൽ തട്ടി തന്നെയാണ് ആ വാക്കുകൾ എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇതേ അവസ്ഥ ശോഭിക്കുണ്ടായിട്ടുണ്ടാവും. കാരണം പ്രത്യേകിച്ചും ഒരുപാട് സിനിമകളിൽ ഡബ് ചെയ്യാൻ പോകുമ്പോൾ ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നൊക്കെ സിനിമകളിലും അപ്പോൾ ഇതേ അനുഭവം തന്നെയാണ്. ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവം എന്ന് വെച്ചാൽ ഫിഫ്ക ജനറൽ കൗൺസിൽ മീറ്റിങ്ങിൽ അച്ഛനെ വിലക്കാനുള്ള തീരുമാനം എടുക്കുന്ന മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പക്ഷേ ഞാനവിടെ പറഞ്ഞത് ഏതാണെന്ന് മാധ്യമങ്ങൾക്കറിയില്ല. അത് വേറെ കാര്യം. ഞാൻ എൻ്റെ സ്റ്റാൻഡ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ അച്ഛൻ്റെ ഫോണിൻ പ്രോഗ്രാം വന്നപ്പോൾ, അച്ഛൻ്റെ കൗണ്ടർ വന്നപ്പോൾ റൈറ്റ് സൈഡിലെ കോളത്തിൽ എൻ്റെ ക്ലോസപ്പ് പടം, ഞാനവിടെ വളരെ വിഷമിച്ച് നിൽക്കുന്നതും ബി ഉണ്ണികൃഷ്ണൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നതും ഒക്കെ അവർ ക്ലോസ് എടുത്തിട്ട്, എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ക്ലോസ് എടുത്തിട്ടില്ല. ഈ പ്രശ്നം വന്നപ്പോൾ റൈറ്റ് സൈഡിലെ കോളത്തിൽ ഈ ഒരു ഷോട്ട് എടുത്തിട്ട്. ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ നടന്ന സമയത്ത് ഷമ്മിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഏതെങ്കിലുമൊക്കെ പടത്തിൽ ഷമ്മിക്ക് കിട്ടേണ്ട വേഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനോഹരമായ ചില വേഷങ്ങളാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അച്ഛനോട് ഇതൊന്നും വേണ്ട, ഞങ്ങളുടെ ഭാവി കൂടി പറഞ്ഞിട്ടില്ല. അച്ഛൻ ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും. അച്ഛൻ അത് ചെയ്യരുത്, അച്ഛൻ അങ്ങനെ പറയരുത് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല. എങ്കിൽ പോലും അനുസരിക്കില്ല. അതിൻ്റെ അല്ല, അതുകൊണ്ടല്ല. അറിയാം, അച്ഛൻ്റെ സ്റ്റാൻഡ് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നോട് വിരോധം കമലിനുണ്ടെങ്കിൽ അത് എന്നോട് വേണം തീർക്കാൻ, മക്കളോട് തീർക്കരുത്. അത് സംസ്കാര ശൂന്യതയാണ്. തീർച്ചയായിട്ടും ആ സമയത്ത് മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം എന്തായാലും അതൊക്കെ ഒരു മഞ്ഞുരുകൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായിരിക്കും. അത് എനിക്കും തോന്നുന്നു നല്ല അവസ്ഥയാണെന്ന്. മലയാള സിനിമയ്ക്ക് ഒരു നേട്ടം തന്നെയാണ് ഇങ്ങനെയൊക്കെ അവസ്ഥ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എല്ലാം വരട്ടെ. ഒരു കാര്യം കൂടെ, കാര്യം ഈ നഷ്ടം സംഭവിച്ചതിൻ്റെ കാര്യത്തിൽ എത്ര നാൾ അച്ഛൻ തിലകൻ എന്ന നടൻ, അച്ഛൻ്റെ കാര്യം തിലകൻ എന്ന നടൻ മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആർക്ക് നഷ്ടമെന്ന് എൻ്റെ ഒരാൾ ചോദിച്ചു. ഷമ്മിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ട്? ഞാൻ എനിക്കൊരു നഷ്ടമുണ്ടായിരുന്നു. നഷ്ടമുണ്ടായത് ഇപ്പോൾ ആസിഫ് അലി, ഈ പറയുന്ന ഇപ്പോഴത്തെ പുതിയ കുറേ കൊച്ചു പിള്ളേരുണ്ടല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന, നമ്മുടെ ഈ പറയുന്ന ദുൽഖർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ്.
നമുക്കൊരു സർവകലാശാലയിൽ പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. നിങ്ങൾക്കിപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, കാരണം അച്ഛനിങ്ങനെ ഇത്രയും പരുക്കനായി ഇങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു അച്ഛനെ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അതോ ഈ അച്ഛനെയാണോ, തിലകൻ എന്ന് പറയുന്ന ഈ സ്വഭാവത്തോടുകൂടിയുള്ള അച്ഛനെയായിരുന്നോ നിങ്ങളൊക്കെ എന്നും ആഗ്രഹിച്ചിരുന്നത്, ഇഷ്ടപ്പെട്ടിരുന്നത്? ഒറ്റ വാക്കിലുള്ളൊരു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇതായിട്ട് അത് എഴുതി വരികയും ചെയ്തു. അത് എൻ്റെ സംസ്കരണത്തിൻ്റെ മറ്റൊരു രീതിയാണ്. ഇവൻ പറഞ്ഞ വേറെ അർത്ഥത്തിലായിരിക്കും അത് ടൈറ്റിലാക്കിയത്. അതെടുത്ത് അവർ എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ ഇങ്ങനെ തന്നെ അല്ലാതെ വേറൊരാളാകാൻ പറ്റില്ല. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ ആയാൽ അച്ഛൻ്റെ ഐഡൻറ്റി, ഇപ്പോൾ NL ബാലകൃഷ്ണൻ മെലിഞ്ഞ് കൃഷ്ണൻകുട്ടി നായരെ പോലെ ഇങ്ങനെ എങ്ങനെ ഉണ്ടാവും? ഐഡൻറ്റിറ്റി പോകും. അപ്പോൾ തിലകൻ ഇതാണ്. തിലകൻ ചേട്ടൻ പാടിയൊരു ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു ആണല്ലേ, കാസറ്റാണ് ഓണത്തിന് വേണ്ടിയിട്ട്. ആണ് അതിൽ ഞാനും അച്ഛനും കൂടെ പാടിയിരിക്കുന്നത്. ആണല്ലേ, നല്ല ഒരു പാട്ടാണ്. ആണല്ലേ. നമ്മുടെ മരിച്ചുപോയ കുമരകൻ രാജപ്പൻ ചേട്ടനാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, ബിച്ചു തിരുമല എഴുതിയിരിക്കുന്നത്. അതൊന്ന് ക്ഷമിക്ക് പാടാമോ? അതോ പാടാമില്ല, അതിപ്പോൾ പറ്റില്ല. അച്ഛനറിയാവുന്ന ഞാൻ ഓർക്കുന്നില്ല. അരയരയോ ഇങ്ങനെയോ അരയർക്കറിയോ. ഞാൻ ഓർക്കുന്നില്ല.